ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഞാനിതാ രാവിലെ തന്നെ ഇങ്ങോട്ടാണ് ഈ ഓടിക്കേറി ചാടിക്കേറി പോകണമെന്ന് വെച്ചാൽ ഇന്ന് നീനൂട്ടി പോവാണ്. പെരുന്നാളിൻ്റെ വിശേഷങ്ങളും ലീവും ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഓളെ പറഞ്ഞേക്കണ്ടേ. അപ്പോൾ ഇന്നലെ പിന്നെ ഒക്കെ കൂടെ തിരക്കും ബഹളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അയൺ ചെയ്യാനോ ഓളത് എടുത്തേക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്ക് 3 ദിവസം ലീവ് കിട്ടിയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു 10 ദിവസത്തിന് ലീവ് കിട്ടൂല. ഈ ഒരു ആഴ്ച ലീവ് ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ ഡ്രസ്സ് കൊണ്ടുപോകണ്ടേ. അപ്പം കുറേ അയൺ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പം ഇന്നലെ രാത്രി ആണെങ്കിൽ ഭയങ്കര മടി. അവളെ പെരുന്നാളിൻ്റെ ഫുഡ് അടിക്കലും പിന്നെ എല്ലാം കൂടെ ഫുഡ് കഴിച്ചാൽ തന്നെ നമുക്കൊരു ക്ഷീണമാണല്ലോ. നോമ്പ് മൊത്തം നമ്മളിങ്ങനെ ഫുഡൊക്കെ കണ്ടുള്ള ഇത് വന്ന് പെട്ടെന്നുള്ള ഒരു പായസം കൂടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഭയങ്കര ഒരു ഉറക്കം വരലും മത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി ഞാൻ കയറിയില്ല. രാവിലെ നീറ്റ പാടുന്നതാ ഇങ്ങോട്ട് മുകളിലേക്ക് വന്നിക്കുകയാണ്. അപ്പോൾ ഇത് താഴത്ത് നമുക്ക് മുകളിൽ അലമാറ വെക്കാനുള്ള ഡ്രസ്സാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ ഇവിടെ കൊണ്ടുപോയി വെക്കാമെന്ന് കരുതി നീനൂട്ടിൻ്റെ ഡ്രസ്സ് ഒന്ന് നോക്കിയെടുക്കാം. ഞാൻ അവളോട് ഇന്നലെ രാത്രി പറഞ്ഞു എനിക്ക് വേണ്ട കൊണ്ടുപോകേണ്ട ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് വെച്ചാലും വെച്ച് സ്ഥിരം ഇട്ട് വെച്ചാൽ മതിയല്ലോ ഒന്ന്. കാരണം അവൾക്ക് ഭയങ്കര ഉസുവാണ് കേട്ടോ. അവൾക്ക് ചില ഡ്രസ്സൊന്നും പറ്റൂല. ചില ഡ്രസ്സൊക്കെ ഇട്ട് പെട്ടെന്ന് മടുക്കും. അപ്പം ചിലപ്പോൾ അത് ഭയങ്കര ഇഷ്ടമുള്ള ഡ്രസ്സേ കാരണം പക്ഷെ ഒരു 3-4 ഇടലിട്ടാൽ പിന്നെ നോക്കുക പിന്നെ ഇടാൻ തന്നെ വലിയ ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഇഷ്ടമുള്ളതല്ലേ എന്നൊക്കെ വിചാരിച്ച് സ്ത്രീട്ടൊക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ ഇതും വെച്ച് എനിക്ക് വേണ്ട, ഇതിപ്പോൾ എനിക്ക് ഇഷ്ടമല്ല, ഇനി കുറച്ച് ദിവസത്തിന് ഇത് വേണ്ട എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ കുറച്ചൊരു ഒസുവുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഞാൻ അവളോട് എടുത്തേക്കാൻ പറഞ്ഞു. അവൾ കുളിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രി മോൾക്ക് പോകുന്നുണ്ടായിരുന്നു. ഇവിടെ മോളത്തെ ബാത്റൂമൊക്കെ കുളിക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ എന്നാൽ അലമാരയിൽ നിന്ന് എടുത്തൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഒരു ചൂടുകൊണ്ട് ഭയങ്കര ചൂടാൻ വെച്ച് അവിടെ നിൽക്കാൻ കഴിയണില്ല, നോക്കി എടുത്ത് വെക്കാനുള്ള ഒരു ടൈമൊന്നും എനിക്ക് അവിടെ നിൽക്കാൻ പറ്റണില്ല എന്നും പറഞ്ഞിട്ട് ഓൾ ഇറങ്ങിപ്പോകുന്നു. പിന്നെ ഞാൻ രാവിലെ തന്നെ ഇപ്പോൾ ഈ നേരമാകുമ്പോൾ വലിയ ചൂടൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല സുഖമാണ്. ഒരു ചെറിയ തണുപ്പുണ്ടാവും. മാക്സിമം ഒരു 10 മണി വരെ ഒരു തണുപ്പുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ഓരോന്നോരോന്നായിട്ട് അയൺ ചെയ്യുകയാണ് കേട്ടോ. 10 ദിവസത്തിനുള്ളതുകൊണ്ട് എന്തായാലും ഒരു 5-8 കൂട്ടം കൊണ്ടുപോകണമല്ലോ. പിന്നെ ജീൻസും ടീഷർട്ടൊക്കെ കൊണ്ട് വെക്കും. പിന്നെ കുറേ അങ്ങീമ്പോൾ പോകും കേട്ടോ. അപ്പോൾ എന്തായാലും മാറി മാറി ഇട്ടോട്ടെ. ഇങ്ങനെ അതൊക്കെ അല്ലേ ഉള്ളൊരു സന്തോഷമല്ലേ. അപ്പോൾ ഞാനൊക്കെ ഒന്ന് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അയൺ ചെയ്ത് ഇങ്ങനെ മടക്കിയാണ് ഇങ്ങനെ വെക്കണം. മേശപ്പുറത്തൊക്കെ ഞാൻ കട്ട് ചെയ്യണം ഡ്രസ്സൊക്കെ കട്ട് ചെയ്യണ മേശയാണ് അത് കേട്ടോ. അപ്പോൾ അതിമൊക്കെ അങ്ങനെ മടക്കി അങ്ങനെ വെക്കുന്നുണ്ട്. ഒരു ഭാഗം ഇവിടുന്ന് ഇങ്ങനെ അയൺ ചെയ്യുന്നുണ്ട്. പിന്നെ ഇട്ട് പോകാനുള്ളത് മടക്കുന്നില്ല. അതുപോലെ തന്നെ നിവർത്തിയിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒക്കെ കൂടെ വലിയ ലോങ് ടോപ്പ് കൊടുക്കുന്നുണ്ട്. അതിനപ്പോൾ തന്നെ ചെറിയ ജീൻസും ടോപ്പും ഒക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ജീൻസും ടോപ്പും ആണ്. ഇപ്രാവശ്യം പെരുന്നാക്കിന് ഞാൻ അതുകൊണ്ടാണ് ഹെവി മോഡൽ ഡ്രസ്സൊന്നും എടുക്കാഞ്ഞത് കേട്ടോ. അങ്ങനെ എടുത്ത കഴിഞ്ഞ പെരുന്നാക്കത്തും കഴിഞ്ഞ ചെറിയ പെരുന്നാക്കത്തും കഴിഞ്ഞ വലിയ പെരുന്നാക്കത്തും ഒക്കെ അവിടെ അൽമാറയിൽ അങ്ങനെ അട്ടിക്കട കിടക്കുകയാണ്. ഇടണില്ല, എവിടേക്ക് പോകുമ്പോഴും ഇടൂല. ഒക്കെ ഏറ്റവും കംഫർട്ട് ഈ ജീൻസും ടീഷർട്ടും അല്ലെങ്കിൽ അതിലേക്ക് ജീൻസും ടോപ്പൊക്കെയാണ്. ഞാൻ സ്റ്റിച്ച് ചെയ്യണതാണ് ഒക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് അവൾ പെരുന്നാക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് മതി എന്നും പറഞ്ഞ് ഞാൻ തന്നെ അങ്ങോട്ട് പോയി സെലക്ട് ചെയ്ത് ഞാൻ തന്നെ അടിച്ചു. പക്ഷേ ഓത് ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ അയൺ ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ ഹെഡ്സെറ്റിൽ പാട്ടൊക്കെ വെച്ചുകൊണ്ടാണ് അയൺ ചെയ്തതൊക്കെ. അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് അറിയാത്ത രീതിയിൽ കഴിഞ്ഞു കേട്ടോ. അപ്പം ഒക്കെ കൊണ്ടും താഴേക്ക് ഇറങ്ങാണ്. അപ്പോൾ എല്ലാവരും അവിടെ കടന്ന് ഉറങ്ങുന്നുണ്ട്. നീനൂട്ടി ഉറങ്ങാണ്. ഓളോട് 8 മണിയൊക്കെ ആകുമ്പോൾ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ താഴേക്ക് ഇറങ്ങിയിട്ട് ഓളെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ വിളിച്ചു. ഞാൻ വന്നപ്പോൾ തന്നെ 8 മണി ആയിട്ടുണ്ട് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എനിക്ക് കയറിയതാണ്. അപ്പം ഇതൊക്കെയാണ് കൊണ്ടുപോകാനുള്ളത്. ഒക്കെ ഒന്ന് മേശപ്പുറത്ത് വെച്ചു. ഓളെ വിളിക്കാൻ വേണ്ടി പോയിട്ട് ഓള് ഉണർത്തിയിട്ടാണ് ഞാൻ കിച്ചണിക്ക് പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ മമ്പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സെറ്റാക്കി കൊണ്ടുതന്നെ നമുക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ ഉള്ളത്. ഈ പയറുവർഗ്ഗങ്ങളും കാര്യങ്ങളൊന്നും നമുക്ക് നോമ്പിന് വലിയ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അതിങ്ങനെ കുറച്ച് നോമ്പിന് മുന്നേ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി അതൊക്കെ കൊണ്ട് വാങ്ങി വെക്കണം. ഉഴുന്ന് സംഭവങ്ങളൊക്കെ വാങ്ങണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ളതും ഒക്കെ ഒന്ന് റെഡിയാക്കി നോക്കണം. ഇന്നിപ്പോൾ ഞാൻ വേറെ പൊടിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടുണ്ട്. നമ്മൾ അരച്ചിട്ട് കണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കാമെന്നുള്ള അതിന് വേണ്ടിയിട്ട്. അപ്പോൾ മമ്പയർ ഞാൻ വെള്ളത്തിൽ നന്നായിട്ട് പൊതിർന്നിട്ടുണ്ട്. അത് നല്ലോണം കഴുകിയിട്ട് ഉപ്പും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും മാത്രം ഇട്ടിട്ട് വേവിക്കാന്ന് കരുതി. മുളക് പൊടി ഇടാതെ വേവിച്ച് വെക്കട്ടെ എന്ന് വിചാരിച്ചു കുക്കറിൽ കേട്ടോ. അപ്പോൾ കുക്കറൊക്കെ നന്നാക്കി കഴുകി മമ്പയർ നന്നായിട്ട് ഒരു 2-3 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ എന്താ പറയുക നല്ല മമ്പയർ വാങ്ങുന്ന കല്ലൊന്നും ഇല്ല കേട്ടോ. ആദ്യമൊക്കെ മാവേലിയിൽ നിന്നായിരുന്നു വാങ്ങാറുണ്ടായിരുന്നത്.
എന്താ പറയുക, ഈ ഇങ്ങനത്തെ പയറുവർഗ്ഗങ്ങളും സംഭവങ്ങളൊക്കെ നമ്മൾ മാവേലിയിൽ നിന്ന് കൊണ്ടുവരാനായിരുന്നു കേട്ടോ. പക്ഷേ അതിൽ നല്ല രീതിയിൽ കല്ലും ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ കഴിക്കണ സമയത്ത് എത്ര അരിച്ചാലും ആ കല്ല് അങ്ങോട്ട് കിട്ടൂല കേട്ടോ. അപ്പോൾ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പോൾ ഞാൻ നമ്മൾ എല്ലാം വാങ്ങുന്ന സാധാ പിന്നെ കടയിൽ നിന്ന് തന്നെ പോയിട്ട് വാങ്ങാറ്. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ കഴുകി അങ്ങോട്ട് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ വേഗത അതിക്ക് കുക്കർ എടുത്തിട്ട് അതിക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി ഇല്ലാത്ത എല്ലാ സംഭവങ്ങളും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇട്ടിട്ട് അങ്ങനെ അടുപ്പത്ത് വെച്ചതായതുപോലെ വെച്ച് കുക്കറൊക്കെ മൂടി വെച്ച് അവിടെ വേവട്ടെ. ആ വേവുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അരി അരച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു, ഒന്നും കൂടിയും കഴുകിയിട്ട് അരി ഇറക്കാൻ നിൽക്കണം. അപ്പോൾ നീനൂട്ടി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അവൾ എണീറ്റ് വന്ന് പിന്നെ എന്താ പറയുക പല്ലേക്കലും പരിപാടിയൊക്കെയാണ്. ഇന്നലെ രാത്രിയുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ 12 മണിക്കാണ് ഡ്യൂട്ടി. 2 മണിക്കാണെന്നുണ്ടെങ്കിൽ ഓക്ക് ഇവിടെ 12 മണിക്ക് ഇറങ്ങിയാൽ മതി. പക്ഷേ ഓക്ക് ഇന്ന് 12 മണിക്ക് ഡ്യൂട്ടി ആകുമ്പോൾ ഇവിടുന്ന് ഒരു 9:45 ബസ് ഉണ്ട്. അതവിടെ ഒരു 11:20 ആ സമയത്ത് എത്തും. അങ്ങനെ ആകുമ്പോൾ അവിടെ കയറി ഒന്ന് ജസ്റ്റ് ഒരു ചായയൊക്കെ കുടിച്ച് പിന്നെ മുടിയൊക്കെ ഒന്ന് വാർന്ന് അതിനൊക്കെയുള്ള സമയം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണുള്ള 9:45 9:50 ബസ്സിന് പോകണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വേഗം ഫുഡൊക്കെ റെഡിയാക്കാണ്. അപ്പോൾ പച്ചരി ഇത്തിരി ഇട്ടിട്ടുള്ളൂ, കാരണം കുറച്ച് ബിരിയാണി ബാക്കിയുണ്ട്. അപ്പോൾ അത് ചൂടാക്കിയിട്ട് ആരെങ്കിലും മക്കളൊക്കെ കഴിച്ചോളൂ. നീനും അങ്ങോട്ട് പോവില്ല, തിരിച്ച് പോവില്ല. ഇനിയിപ്പോൾ പഴയ ഫുഡൊക്കെ കഴിച്ചിട്ട് ചിലപ്പോൾ വയറ് കേടരി അങ്ങനെയൊന്നും വേണ്ടല്ലോ എന്ന് കരുതി ഞാൻ ബിരിയാണി ചൂടാക്കിയിട്ടില്ല കേട്ടോ. ചൂടാക്കി കണ്ടാൽ പിന്നെ നമുക്ക് എന്തായാലും വേണ്ടി വരും. അപ്പോൾ പക്ഷേ ചൂടാക്കാൻ നിന്നില്ല. വേഗം അപ്പം ചൂടാൻ വേണ്ടിയിട്ട് പിന്നെ അരി ഇറക്കണം. കുറച്ച് 2 ഗ്ലാസ് അരിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അതൊന്ന് അരച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സിയിൽ അധികം വെള്ളം പാരാതെ ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മറ്റേ നമ്മുടെ കറണ്ട് അടുപ്പുമ്പോൾ ഇതാ ഫ്ലാസ്ക്കൊക്കെ പാരാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അത് അരക്കുന്നതിൻ്റെ ഇടയിലാണ് പിന്നെ വെള്ളം തളിച്ചത്. അപ്പോൾ ഞാൻ വേഗം പിന്നെ ഫ്ലാസ്ക്കൊക്കെയുള്ള വെള്ളം അങ്ങോട്ട് അതിലേക്ക് പാർന്നു കേട്ടോ. കറണ്ട് ഇങ്ങനെ പോകണ്ടില്ലെന്ന് കരുതിയിട്ട് പിന്നെ അതവിടെ നിർത്തി വെച്ചിട്ട് വേഗത്തിന് ഫ്ലാസ്ക് പാരാൻ വേണ്ടിയിട്ട് നിന്ന്. പിന്നെ ഇത് എനിക്ക് കുടിക്കാനും വെള്ളം ചൂടാക്കുന്നത് ഇപ്പോൾ എനിക്ക് കുടിച്ചാലുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ പുറത്ത് എന്തൊക്കെയോ സൗണ്ട് കിട്ടുകയാണ്. എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ വന്നൊരു കിരികിരി സൗണ്ട് കിട്ടും. അപ്പോൾ എന്താ ഇത് പുറത്തുനിന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്ന് നോക്കിയത്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു കുഞ്ഞു കോഴിക്കുട്ടി കേട്ടോ. ഇന്നലെ രാത്രി ഞാനിങ്ങനെ നമ്മൾ രാത്രിക്കത്തെ പാത്രം കഴുകലും ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആ സമയത്ത് ആ ഒരു കോഴിക്കുട്ടി, ഒരു വെള്ള കളറിലൊരു കോഴിക്കുട്ടിയിട്ട് അത് അവിടെ മുറ്റത്ത് ഇങ്ങനെ നമ്മളെ ഇവിടെ ഇറങ്ങണോടുത്തിട്ടോ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് പറയുകയാണ്, ഞാൻ ഇന്നലെ രാത്രി അതിനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ആണ് ഞാൻ ഇങ്ങനെ പറയണത് കേട്ടോ എൻ്റെ ഹസ്ബൻഡിനോട്. അപ്പോൾ അത് ഇവിടുത്തെ കോഴി ഒരു കുഞ്ഞു കുട്ടി കോഴിയാണ് കേട്ടോ, കുഞ്ഞു കോഴി. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഇവിടുന്ന് വന്നതാണാവോ എന്നൊക്കെ പറഞ്ഞു. അവിടെ ആട്ടി വിട്ടിട്ടും പറഞ്ഞിട്ടൊന്നും പോകുന്നില്ല. ഞാൻ അതിന് കാണിച്ചു തരാം കേട്ടോ. അതായത് ഒരു ആണോ ഈ ഒരു വെള്ളം ഇതുപോലെ ഇങ്ങനെ നമ്മളെ അലക്കാനുള്ള ആ ഒരു ലിക്വിഡിൻ്റെ ആ പാത്രത്തുമ്പോൾ ഇങ്ങനെ കയറിയിരിക്കുക. ഇന്നലെ രാത്രി ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അതിനെ രാത്രിയല്ല ഇനി അതിനെ പുറത്തേക്ക് ഇറക്കി വിട്ട് കാട്ട് പിന്നെ വല്ല പാമ്പോ എന്തെങ്കിലും കടിക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വന്നപ്പോഴും രാവിലെ ആയപ്പോഴും ആ കോഴിക്കുട്ടി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് അവിടുന്ന് ഒക്കെ പാറിപ്പിച്ച് അപ്പുറത്തേക്കൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ട് കേട്ടോ. എന്നാലും ഞാൻ വേഗം പിന്നെ ബാക്കി നമ്മൾ അരച്ച് പകുതിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോഴാണ് വെള്ളമൊക്കെ ചൂടാക്കി കുടിച്ചത്, ഇളം ചൂടുവെള്ളമൊക്കെ കുടിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വേഗം ദോശ ചൂടാൻ വേണ്ടിയിട്ട് ഇതാക്കാണ് കേട്ടോ. നീനുട്ടി അവിടെ ഒരുങ്ങ മാറ്റിലും റെഡി ആവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓള് രാവിലെ തുടങ്ങും ഓരോ കലാപരിപാടികൾ. പിന്നെ എന്താ പറയുക കുറേശ്ശെ അങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ പെട്ടെന്ന് പോകുന്ന ദിവസമാകുമ്പോൾ ഭയങ്കര മടിയാണ് മേക്കപ്പ് എല്ലാത്തിനും. അതും ഇപ്രാവശ്യം 3 ദിവസം നിന്നിട്ട് ഭയങ്കര ചടുപ്പും ഭയങ്കര മടിയൊക്കെ ഉണ്ട് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു അവിഞ്ഞ മൂഡിലാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ അപ്പം ചൂടാൻ കല്ലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ ചൂടാன സമയം കൊണ്ട് ഇവിടെ തമ്മിലുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കണം. ഇത് എടുത്ത് വെച്ചാലല്ലേ നമുക്ക് അടുത്ത പാത്രങ്ങൾ കഴുകി നമുക്ക് വെക്കാൻ വയ്ക്കുള്ളൂ. ഈ പാത്രങ്ങൾ അറിയണത് ഇങ്ങനെ നമുക്കിങ്ങനെ എടുത്ത് കഴുകി വെക്കുക, എടുത്ത് വെക്കുക ഇതന്നെയല്ലേ പരിപാടിയില്ലേ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്നിങ്ങനെ എടുത്ത് സെറ്റാക്കി അവിടേക്ക് ഒന്ന് ക്ലീനാക്കി റെഡിയാക്കി വെച്ച് പിന്നെ നമ്മുടെ സ്പൂണും കാര്യങ്ങളൊക്കെ കയ്യിലുകളും ഒക്കെ ഈ ഇതിലൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് പോയിട്ട് ഞാൻ അപ്പം ചൂടുന്നുണ്ട് കേട്ടോ. ഓരോന്നോരോന്ന് അങ്ങനെ അപ്പം ചൂടുന്നുണ്ട്. ഓക്ക് പിന്നെ നീനുട്ടിക്കാണെങ്കിൽ പോണ ദിവസം വാരി കൊടുത്താലേ വാരി കൊടുത്താലേ ഫുഡ് ഇറങ്ങുള്ളൂ. പോണ ദിവസം കൂടി ആകുമ്പോൾ പിന്നെ എന്തായാലും വാരി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ വേഗം അപ്പം ചൂടലും പിന്നെ നമ്മൾ മമ്പയർ തൂമിക്കാനൊക്കെ ഉണ്ട്. അത് മമ്പയർ വെന്ത് അവിടെ കുക്കറിൽ ഇങ്ങനെ കൂക്കണേ ഉള്ളൂ. ഇത് ഓരോന്നോരോന്നായിട്ട് ഞാനങ്ങനെ സെറ്റാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പെരുന്നാൾ അടുപ്പിച്ച് ഇതൊക്കെ കൂടെ പുറത്തേക്ക് എടുത്തിട്ട് അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി എന്നാലും മൊത്തത്തിലൊരു ക്ലീനിങ് കഴിഞ്ഞിട്ടില്ല. പെരുന്നാൾ കഴിഞ്ഞിട്ട്
നമ്മൾ എന്താ പറയുക നോമ്പിൻ്റെ ആ നോമ്പ് തുടങ്ങുന്നതിന് സമയത്ത് ഒന്നായിട്ട് മൊത്തത്തിൽ ക്ലീൻ ചെയ്തതാണ്. ഇനി പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരു മാസമായില്ലേ, അപ്പോൾ ഒന്നൊന്ന് ചെറിയൊരു ക്ലീനിങ് അടുക്കളയെങ്കിൽ നമ്മൾ മൊത്തത്തിലും തട്ടിക്കുട്ടി നന്നാക്കണം എന്നുണ്ട്. അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ് പിന്നെ ഐറൂസും ഇവിടെ ഒപ്പം ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ അതിനൊന്നും നിന്നില്ല കേട്ടോ. വേഗം പണി തീർക്കുക എന്നുള്ള പരിപാടി, നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന പണിയെങ്കിലും തീർക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. കാരണം ഓനെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു പരിപാടിക്കും നമുക്ക് താല്പര്യമില്ല. നമ്മൾ സാധാ നോർമൽ ക്ലീനിങ് അടിച്ചു വരെ തൊടുക്കുക, പിന്നെ ഉള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യണൂ. ഡീപ്പായിട്ടുള്ളതൊക്കെ ഇനി ഓലൊക്കെ തിരിച്ചു പോയിട്ട് മാത്രമേ ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും ഇതും നീനുട്ടിൻ്റെ എങ്ങനെ വെയിറ്റ് ചെയ്യണം. ആ സമയം ഞാൻ ഓക്ക് ബട്ടർ കോഫി ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. ഇപ്രാവശ്യം വന്നിട്ട് ബട്ടർ കോഫി ഉണ്ടാക്കിയിട്ടേ ഇല്ല. ഓക്ക് പിന്നെ അവൾ ആ കാൽഷ്യം ഗുളിക കുടിക്കാൻ തുടങ്ങിയിട്ട് 6 മാസമായി. അപ്പോൾ ഇനി ഒന്നും കൂടി കാൽഷ്യം ചെക്ക് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും നമുക്ക് മാറ്റമുണ്ടോ എന്ന് നോക്കിയിട്ട് ഗുളിക നിർത്താം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഇത് ബട്ടർ കോഫി ആണെങ്കിൽ ഓള് വരുന്ന ടൈമിൽ ഓക്ക് പിന്നെ ഒരു ദിവസത്തെ ലീവിനല്ലേ വരുള്ളൂ. അപ്പോൾ രണ്ട് ദിവസം അതായത് വരുന്ന അന്നും കൊടുക്കും പിറ്റേന്നും അങ്ങനെ കൊടുക്കലുണ്ട്. അപ്പോൾ നമുക്കൊരു സമാധാനമാണ്. ആ വരുന്ന സമയത്ത് മാത്രമേ മുട്ടമൊക്കെ അങ്ങനെയാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം പെരുന്നാളൊക്കെ ആയതുകൊണ്ട് വെറും പായസം, ബിരിയാണി, ബീഫ്, മുട്ട ഇതിങ്ങനത്തെ മാത്രം സംഭവം ആയതുകൊണ്ട് നമ്മളെ ഇങ്ങനത്തെ ഹെൽത്തി ഫുഡൊന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ നല്ല രീതിയിൽ അത്യാവശ്യം ബട്ടർ കുറച്ച് കൂടുതലിട്ട് ബട്ടർ കോഫിയും ബദാമും ഈത്തപ്പഴമൊക്കെ കൊണ്ടേ കൊടുത്തിട്ടുണ്ട്. അവൾ അതും കുടിച്ച് അങ്ങനെ ഇത്രയും ദേഷ്യമുള്ളൊരു സാധനമൊക്കെ വേറെ ഒന്നുമില്ല കേട്ടോ. ഭയങ്കര ഛർദ്ദിക്കാൻ വരും അത് കുടിച്ചാൽ. എന്നാലും അവളൊരു പിന്നെ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് മാത്രം ബുദ്ധിമുട്ടി കുടിക്കുകയാണ്. അപ്പോൾ അത് കുടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം കൊണ്ട് ഞാൻ ബാക്കി അപ്പം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചുടുന്നുണ്ട്. മമ്പയർ അതവിടെ വെന്തിട്ടുണ്ട്. ഇനി അതൊന്ന് തൂമിച്ചെടുക്കണം. പിന്നെ എന്താ പറയുക മുട്ട 2 മുട്ടയും പൊരിച്ച് കൊടുക്കാമെന്ന് കരുതി മമ്പയർ തൂമിച്ചു കേട്ടോ, സെറ്റാക്കിയിട്ടുണ്ട്. ആ ചട്ടീനെ കഴുകിയിട്ട് ഞാൻ മുട്ടയും കൂടി ഒന്ന് മുട്ട റോസ്റ്റ് ആക്കിയിട്ട് ഒന്ന് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നലത്തെ ബിരിയാണിത്തെ മസാലയും ബീഫൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അതും ഇതൊക്കെ ഒന്ന് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിതാ ഒരു ഉള്ളിയും തക്കാളി ഇട്ടിട്ടില്ല. നമുക്ക് തക്കാളി ഇഷ്ടമല്ല കേട്ടോ എനിക്ക് ഇങ്ങനെ ഇടുന്നത്. മുട്ട റോസ്റ്റ് ചെയ്യണേക്ക് തക്കാളി ഇഷ്ടമല്ല. അപ്പോൾ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഉള്ളി മാത്രം ഇട്ടിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ അതിലേക്ക് മുട്ട ഉടച്ച് പറഞ്ഞാണ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അപ്പം വേവും അധികം ഒന്ന് എടുത്ത് പാത്രത്തിൽ ഇടും ഒക്കെ ഇങ്ങനെ ഒരു 2-3 പടികൾ ഒരുമിച്ച് ഇങ്ങനെ ഷെഡപ്പടി ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ അടുത്ത ദോശക്കുള്ളതും പാർന്നു. നമ്മൾ അപ്പോൾ മുട്ട അതവിടെ ഉള്ളി അതവിടെ നല്ല മസാലയൊക്കെ നന്നായിട്ട് ചൂടായി നിൽക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 2 മുട്ട ഉടച്ച് പാർന്നു കേട്ടോ. 2 എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ മുഴുവൻ തന്നില്ലെങ്കിൽ ബാക്കി എനിക്ക് കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ 2 മുട്ട ഉടച്ച് പാർന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അധികം കട്ടിയിലല്ല, ഒരു കുരുകുന എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കുകയാണ്. എന്നാൽ പിന്നെ ദോശയിൽ അതിങ്ങനെ കുഴച്ച് കൊടുക്കാമല്ലോ എന്ന് കരുതി. അപ്പോൾ മമ്പയറൊക്കെ വലിയ താല്പര്യമില്ല. എന്നാലും മമ്പയർ പയറുവർഗ്ഗങ്ങൾ കഴിക്കേണ്ട. അവിടെ രാവിലെ ഒന്നും അങ്ങനെ ഇപ്പോൾ ഒന്നും അധികം കിട്ടണമെന്നില്ല. അവിടുത്തെ ഫുഡൊക്കെ രാവിലെ പിന്നെ പുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പഴമൊക്കെ ആണല്ലോ അതിൻ്റെ ഒപ്പം കൂട്ടാൻ. ആണെങ്കിൽ പഴം പുട്ടൊന്നും കണ്ടുകൂടാ. ഒക്കെ എന്തെങ്കിലും നല്ല മീൻകറിയോ ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലും വേണം. അപ്പോൾ ഫുഡിൻ്റെ കാര്യമൊക്കെ ഇവിടെ ഭയങ്കര പുകയാണ്. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് ഗ്യാസൊന്നും കിട്ടാനില്ലല്ലോ. അപ്പോൾ ഒക്കെ കൺട്രോൾഡ് ആയിട്ടുള്ള ഫുഡൊക്കെയാണ് അവിടെ ഹോസ്റ്റലിലും സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് പറയുമ്പോൾ പുറത്ത് പോയി ഫുഡ് കഴിച്ചോ, തട്ടുകടയിലൊക്കെ പോയിട്ട് അങ്ങനെ വലിയ ഹോട്ടലിലേക്കൊന്നും പോകേണ്ട, തട്ടുകടയിലൊക്കെ പോയാൽ നല്ല മുട്ട പൊരിച്ചതും അതേപോലെ ദോശയും ഒക്കെ കിട്ടും. തട്ട് ദോശയൊക്കെ അതൊക്കെ പോയി കഴിച്ചുകൊണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഇടയ്ക്ക് ഫ്രണ്ട്സുകളൊക്കെ പോയി അധികം വിശക്കാണെങ്കിലൊക്കെ പോയി കഴിക്കും. ഇല്ലെങ്കിൽ അതൊക്കെ എവിടെയുള്ളൊക്കെ തട്ടിക്കൂട്ടി കഴിക്കും. പിന്നെ ഫ്രൂട്ട്സ് ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ കിട്ടുമല്ലോ, അതൊക്കെ വാങ്ങിയിട്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഭക്ഷണ രീതി. എന്നാലും ഞാൻ പിന്നെ വേഗം വാരി കൊടുക്കാൻ വേണ്ടി ഇരുന്നു. ബാക്കി അപ്പം ചൂടാൻ നിന്നില്ല കേട്ടോ. ഇനി ചൂടാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഓക്ക് കൊടുക്കാനും നേരം വയ്ക്കും, ഓക്ക് പോകാനും നേരം വയ്ക്കും. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ബാക്കി പിന്നെ ചൂടാന്ന് കരുതിയിട്ട് ഓഫ് ചെയ്താണ് ഓക്ക് ഫുഡ് വാരി കൊടുക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഓക്ക് ചെറുതായിട്ടൊരു തൊണ്ട വേദനയും പനിക്കാൻ വരുന്ന പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പോയിട്ട് ഉളപ്പിച്ച് പോയിട്ട് ഗുളികയൊക്കെ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ അത് കുടിക്കേണ്ട കോലും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. ഇത്ര വലിയ 10-21 വയസ്സായിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതായത് നമ്മളിന്ന് ശ്രദ്ധിക്കാനുണ്ടാവും, നമ്മളുണ്ടല്ലോ, നമ്മൾ ശ്രദ്ധിക്കുമല്ലോ എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് തീരെ അതിനെ പറ്റിയൊന്നും മൈൻഡ് ചെയ്യാത്തത് കേട്ടോ. അത് ഞാൻ ഗുളിക കുടിക്കേണ്ട നേരം ഞാൻ ഫോൺ വിളിച്ച് പറയണം. പക്ഷേ എനിക്കും അങ്ങനെ ഇഷ്ടമാണ്. എനിക്കറിയാം ഞാനുള്ളതുകൊണ്ടാണ് ആ കൊഞ്ചിനത് എന്നൊക്കെ അതും എനിക്കറിയാം. എന്നാലും പിന്നെ ഉളപ്പിച്ചിങ്ങ പറയും ഒക്കെ സ്വന്തം കാര്യം ഒറ്റയ്ക്ക് ചെയ്യണം. പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ എന്നും മെച്ചിപ്പിച്ചൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെയാണ് അങ്ങനെയുള്ള വലിയ വലിയ ഉപദേശങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുടിച്ചോളപ്പം മെച്ചിപ്പച്ചി ഉണ്ടല്ലോ, ഞാൻ പിന്നെ ഇപ്പം മെച്ചി പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഓളും പറയുന്നുണ്ട്. ഏതായാലും അതാ ഫുഡൊക്കെ കൊടുക്കലും പരിപാടിയൊക്കെയാണ്. അത് കഴിഞ്ഞ് ബാക്കി പാക്കിംഗ് ആണ് കേട്ടോ. ഞാൻ അയൺ ചെയ്ത് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഈ പ്രാവശ്യം 3 ദിവസം ലീവ് ഉള്ളതുകൊണ്ട് എന്നോട് ബെഡ്ഷീറ്റും പുതപ്പും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും
വെക്കാനുണ്ട്, പിന്നെ 10 ദിവസത്തെ ഡ്രസ്സ് വെക്കാനുണ്ട്, പിന്നെ ഒക്കെ ഒരു ഫാന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ. ഒക്കെ അവിടെ ഇപ്പോൾ ഭയങ്കര ചൂടാട്ടോ വരുന്നത്, നല്ല ചൂടാണല്ലോ അവിടെ. അപ്പം പിന്നെ എന്താ ചെയ്യാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ ഐറൂസിന് കറണ്ട് പോകുമ്പോഴൊക്കെ എന്താ ഭയങ്കര അവിടെ എ സി ഒന്നും വർക്ക് ചെയ്യാത്ത സമയത്തും ഉറങ്ങാൻ കൂട്ടക്കൂലായിരുന്നു. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഓന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മോള് ഒരു ഫാന്. അപ്പോൾ അത് കുറേ മുമ്പ് വാങ്ങിയത്, ചെറുപ്പത്തിൽ ഐറൂസ് ചെറിയ കുട്ടിയായിരുന്നു വാങ്ങിയതായിരുന്നു. അപ്പം എനിക്ക് ഇങ്ങനെ ഓർമ്മ വന്നപ്പോൾ ഞാൻ മോളൂനോട് ചോദിച്ചപ്പോൾ അതിൻ്റെ ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഉമ്മച്ചിയെ നോക്കി നോക്കാറുണ്ട്. അപ്പോൾ ഞാനും തുത്തും കൂടെ അതൊക്കെ അതാണ് എൻ്റെ ഹസ്ബൻഡ് പാക്ക് ആക്കുന്നത് കേട്ടോ. കണ്ട് ആ പെട്ടിക്ക്, ചെറിയൊരു പെട്ടിക്ക് 750 രൂപ അങ്ങനെ എന്തോ ആണ്. അതിനാണ്ടോ ഞാൻ ബോധിച്ച് കാണിച്ചൊന്നുമില്ല, അതാണ്. അപ്പോൾ അതൊരു പിങ്ക് കളറാണ് കേട്ടോ ഫാന്. അപ്പോൾ ചെറിയൊരു നമ്മളെ കിടക്കണോടത്ത് ഇങ്ങനെ നമ്മളെ നേരെ മുന്നിൽ വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ കിടക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ചൂടല്ലേ, ഇപ്പോൾ തന്നെ മാർച്ച് ആയിട്ടുള്ളൂ, എന്നാൽ തന്നെ ഭയങ്കര ചൂടാണ് അല്ലേ. അപ്പോൾ ഇനി ഏപ്രിലും മെയ്യും ഒക്കെ വരാനുണ്ട്. അപ്പോൾ എന്തായാലും ഒക്കെ അത് വാങ്ങേണ്ടി വരും എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ വേഗാണ്ട് ഇപ്പം തന്നെയാണ് വാങ്ങിയത്. അതാകുമ്പോൾ 2-3 മാസം സുഖമായിട്ട് ഉപയോഗിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അതൊക്കെ വെക്കാനുണ്ട് ബാഗിൽ. അങ്ങനെ ഒക്കെ കൂടെ വെക്കാനുള്ളത് കൊണ്ട് തന്നെ ബാഗ് നല്ല പിന്നെ സ്പേസ് ഇല്ല കാനുണ്ട്. പിന്നെ കുറച്ച് ഡ്രസ്സ് ഇപ്പോൾ പറഞ്ഞു ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വെച്ച് ഇങ്ങോട്ടൊന്ന് വരണ്ട്. അപ്പോൾ കുറച്ച് ഡ്രസ്സ് ഒരു 4 കൂട്ടം വെച്ചാൽ മതി, 2 ദിവസം കഴിഞ്ഞ് ഞാനൊന്ന് വന്ന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിന് കുറച്ച് ഡ്രസ്സ് ഇങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് പിന്നെ സമാധാനമായി. അങ്ങനെയാണ് വെയിറ്റ് കുറഞ്ഞത്. അപ്പോൾ എന്തായാലും ഉള്ളതൊക്കെ കുത്തിത്തിരിക്കുക ബാഗിലാക്കിയിട്ടുണ്ട്. പിന്നെ ഉളുത ബാക്കി സാധനങ്ങളൊക്കെ ഈ കുഞ്ഞു ബാഗിലാക്കി, സോക്സ്, തോർത്തുമുണ്ട് അങ്ങനത്തെ ഒക്കെ ഈ ഒരു തോളിലിടുന്ന ബാഗിലൊക്കെ ആക്കിയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഡ്രസ്സ് തുത്തുവിനായിരുന്നു, തുത്തു കൊടുത്തതാട്ടോ. ഓക്ക് പിന്നെ ഓക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അലാസ്റ്റിക് മുൻഭാഗത്തും ബാക്ക് ഭാഗത്തൊക്കെ അലാസ്റ്റിക്കിലേക്ക്, ഓക്ക് ഭാഗത്ത് അലാസ്റ്റിക്കുള്ള ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷേ ഇങ്ങനത്തെ ഡ്രസ്സാകുമ്പോൾ ബാക്കിൽ നെക്ക് കുറച്ച് ഇറക്കം കൂടുതലാവില്ലേ, അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഈ ഡ്രസ്സിനോടുള്ള ഇഷ്ടം കൊണ്ട് അവൾ അതിട്ട് പോയി മുടി കഴിച്ചിട്ട് കേട്ടോ, ബാക്ക് കാണാതെക്കാൻ വേണ്ടിയിട്ട് മുടിയൊക്കെ കഴിച്ചിട്ട് കാണാൻ പോണത്. അങ്ങനെ അവൾ ഇറങ്ങാണ്. 3 ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ അല്ല 2 ഇടങ്ങേറുണ്ട്, 2 നല്ല ഉളപ്പിച്ച് കയ്യിലേറെ ഇടങ്ങേറുണ്ട്. പിന്നെ അപ്പം എന്താ പറയുക, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണ്ടല്ലേ, ഇതൊക്കെ പോകേണ്ട സ്ഥലത്തൊക്കെ പോകണം, എല്ലാം ചെയ്യണമല്ലോ. അങ്ങനെ ഉമ്മയ്ക്ക് തന്നെ ഓളിതാ ഇറങ്ങി. ഞാൻ അവിടെ എത്തി, ബസ് സ്റ്റാൻഡിലെത്തി, ബസ് കയറി അപ്പോൾ വിളിക്കും കേട്ടോ. അപ്പം ഓള് പോയി ടാറ്റയൊക്കെ പറഞ്ഞ് എന്നാൽ നോക്കുമ്പോഴാണ് ഇത് അവിടെ നന്നായിട്ട് മെയിലാഞ്ചി. ഓള് ഇത് പെരുന്നാൾക്ക് വാങ്ങിയ മെയിലാഞ്ചി, നഖത്തും മെഡിലിടാനൊരു മെയിലാഞ്ചി, പിന്നെ കയ്യിൻ്റെ ഉള്ളിൽ നടിയിലിടാനൊരു മെയിലാഞ്ചി, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഉണ്ടാകുന്ന മെയിലാഞ്ചി ഉണ്ടാക്കുന്ന ഒരു നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള വീട്ടിലെ ഓള് ഉണ്ടാക്കാറുണ്ട് കേട്ടോ, ജാസറ എന്ന പേര്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ മെയിലാഞ്ചി നഖത്തുമ്മൽ ഇടാനുള്ള വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബാക്കി ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിയിട്ടോ മെയിലാഞ്ചിയൊക്കെ. അപ്പോൾ അതിൽ നഖത്തുമിടാനുള്ള മാത്രം നീന് കൊണ്ടുപോയിട്ടുണ്ട്, അവിടുന്ന് ഇടാന്നൊക്കെ പറഞ്ഞിട്ട് അതെടുത്ത് പോയി. ബാക്കിയുള്ളത് ഞാനങ്ങനെ ഷോക്കേസിൽ അങ്ങനെ കൊണ്ടുപോയി വെച്ച്. പിന്നെ ഇവിടെ വന്നപ്പം നമ്മുടെ മേശപ്പുറത്തിൻ്റെ അവസ്ഥ കണ്ടില്ലേ, ദയനീയമാണ്. ഒക്കെ കൂടെ വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. പിന്നെ അടുത്ത ടാസ്ക് അതൊക്കെ ഒന്ന് നന്നാക്കുക എന്നുള്ളതായിരുന്നു. ഒക്കെ കൂടെ തിരുമ്പാനുള്ളതൊക്കെ വേറെയും പാത്രങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുമ്പോഴാണ് ഇതാ കോളിംഗ് ബെല്ല് അടിച്ചേ കേട്ടത് കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കിയപ്പം നമ്മൾ മിന്ത്രയിൽ നിന്ന് ഓർഡർ ചെയ്ത ഐറൂസിൻ്റെ ഡ്രസ്സ് പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് എത്തിയത്. ആദ്യം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, നോമ്പ് ഒരു പകുതിയൊക്കെ ആയപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു. വന്ന് നോക്കിയപ്പോൾ ഓർഡർ ചെയ്ത സാധനമല്ല വന്നത്. ഞാൻ ഓർഡർ ചെയ്തത് ഒരു നീലയും വെള്ളയൊക്കെ ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ ചുവപ്പ് കുപ്പായ. അപ്പോൾ ഞാൻ പിന്നെ വീണ്ടും റിട്ടേൺ ചെയ്തു. ഇപ്പോൾ വേറെ ഒന്ന് ഓർഡർ ചെയ്ത് അതാണ് ഇപ്പോൾ വന്നത് കേട്ടോ. അത് വാങ്ങി അവിടെ എടുത്ത് വെച്ചിട്ട് ഞാൻ വീണ്ടും എൻ്റെ ബാക്കി മേശപ്പുറമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെയൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ബാക്കി അപ്പം ചൂടാനുണ്ട് കുറച്ചും കൂടി. ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തപ്പോൾ കുരുതാ എൻ്റെ ഹസ്ബൻഡ് നീനുവിനെ കൊണ്ടാക്കി ബസ് കയറ്റി വിട്ടുകൊണ്ട് മടങ്ങി വന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ഒരു ഫുഡായില്ലേ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള അപ്പം ചൂടാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അതവിടെ ഇവിടെ പാർന്നിച്ച് അപ്പത്തേക്ക് ഞാൻ ചട്ടിക്ക് ഇങ്ങനെ പാർന്നിച്ച് കണ്ട് പോയിട്ടുണ്ടായിരുന്നു നീനുവിന് ഫുഡ് എടുക്കാനായിട്ട്. അപ്പോൾ അത് ഞാൻ ചട്ടിയിൽ കിടന്നിട്ട് ആകെ ഇങ്ങോട്ട് വിറങ്ങലിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഒഴിവാക്കി പിന്നെ വീണ്ടും അടുപ്പൊക്കെ കത്തിച്ച് വീണ്ടും അപ്പം ചൂടുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ബീഫാണ് ഇപ്പോൾ ഞാൻ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നത്. നമ്മൾ ഇന്നലത്തെ ബിരിയാണീൻ്റെ ബീഫ്, അതായത് പെരുന്നാക്കത്തെ ബിരിയാണീൻ്റെ ബീഫ് മസാല ഉണ്ടായിരുന്നു. അപ്പോൾ മൂപ്പർക്ക് അത് കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ അത് ചൂടാക്കി അതും കൊടുക്കാമെന്ന് വിചാരിച്ചു. മൂപ്പർക്കും അതേമാതിരി തന്നെ മമ്പയർ വലിയ ഇഷ്ടമല്ല കേട്ടോ. ചെറുപയർ, കടല, ഗ്രീൻ പീസ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ കാബോളി കടലൊക്കെ. മമ്പയറിനോട് വലിയ താല്പര്യമില്ല. എനിക്കാണെങ്കിൽ മമ്പയർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി ഞാൻ അത് വെച്ച് കൊടുത്തപ്പോൾ ഇനി തിന്നാൻ മടിയാവണ്ടല്ലോ വെച്ച് ബീഫൊക്കെ ഒന്ന് ചൂടാക്കി കൊടുത്തതാണ്. അപ്പോഴാണ് മേശപ്പുറത്ത് ഈ ഒരു കവർ കണ്ടത്. ഇതെന്താ വെച്ചപ്പോൾ ഞാൻ ഐറൂസിൻ്റെ ഡ്രസ്സ് എത്തിയതാണ്, വാങ്ങിയതാണ്. അപ്പോൾ നോക്കി പൊളിച്ച് നോക്കുകയാണ് മൂപ്പര് അത് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കിയിട്ട്. മൂപ്പർക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ വൈറ്റ് കളർ ആയതുകൊണ്ട് എന്നോട് പറഞ്ഞു വൈറ്റ് വേണ്ടിയിരുന്നു. ഐറൂസ് വേഗം ചിലക്കോന് ഫുഡ് കഴിക്കുമ്പോൾ അവൻ്റെ മേത്തേക്ക് വേഗം ആവും. അപ്പം
അതാണ് വൈറ്റ് വാങ്ങണ്ടില്ലേ ഇനി എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ അതൊരു ക്യൂട്ടായിട്ടുള്ള ഒരു നിക്കറും ട്രൗസറും കുപ്പായായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ വാങ്ങിയതാണ്. എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ 1-2 പ്രാവശ്യം ഇടാം. അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് ഇടാമെന്ന് പറഞ്ഞ് ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ മടക്കി വെച്ചിട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്ന ഒരു ടെഡ്ഡി ബിയറിൻ്റെ ഫോട്ടോ ഒക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ ഇതും എണീറ്റ് വന്നിട്ട് അവിടെ പല്ല് തേപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഇതാ ഞാൻ എല്ലാം കൂടി മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ട് വിളമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒക്കെ അങ്ങനെ കഴിക്കണുണ്ട്. ഇനി ഞങ്ങളൊക്കെ ഒന്ന് ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഒരു രാവിലത്തെ കുറച്ച് തിരക്കുകൾ കാണിക്കാൻ, കുറച്ച് തിരക്കുകളായിട്ടുള്ള വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതുമൂന്നൊന്ന് എണീറ്റ് വന്നപ്പോൾ നല്ല തലവേദനയും പനിക്കാൻ വരുന്ന പോലെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ചിലപ്പോൾ നീനുട്ടിക്ക് കുറച്ച് ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഗുളിക വാങ്ങി കൊടുത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസ് തന്നെ ആയിരിക്കും ഇതുമൂന്ന് കിട്ടിയത്. ഇപ്പോൾ ഒരാൾക്ക് കിട്ടിയാൽ പിന്നെ വീട് എല്ലാവർക്കും കൊണ്ട് കിട്ടലാണല്ലോ. എനിക്കും ചെറുതായിട്ട് ചിക്കി ഒക്കെ വരുന്നുണ്ട്. ഞാനും പിന്നെ നീനുൻ്റെ ഗുളികയൊക്കെ എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡോളൊക്കെ എടുത്ത് കുടിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ നല്ലൊരു ചൂടുള്ള കട്ടൻ ചായ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കുടിക്കാൻ, തൊണ്ടൊക്കെ ഒരു സുഖത്തിന്. അപ്പോൾ അതും കുടിച്ചുകൊണ്ട് ഇങ്ങനെ നീന് പോയത്, ബസ് കയറിയതും ഇവിടെ സീറ്റ് കിട്ടിയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം ഈ ഐറൂസ് ഇതുവരെ എഴുന്നേറ്റ് വന്നിട്ടില്ല കേട്ടോ. എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.